ബിദ്അത്തുകാരനായാൽ, പുത്തൻവാദിയായാൽ, പുതിയ വാദക്കാരനായാൽ അയാളുടെ ഈമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് ഇമാമുമാർ അവരുടെ കിതാബുകളിൽ ഈ ആശയം എഴുതി വെക്കുന്നുണ്ട്. എന്താണ് ബിദ്അത്തുകാരുടെ പ്രശ്നം? എന്താണ് ബിദ്അത്ത്? ഇത് നമ്മൾ പഠിച്ചിരിക്കണം. ഇത് നമ്മുടെ ബാധ്യതയാണ്. ബാക്കി ഏതെങ്കിലും മസല പോലെ അല്ല, ഇത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ്. അബല്ലാഹു ലി സ്വാഹിബി ബിദ്അത്തിൻ, അല്ലാഹു ബിദ്അത്തുകാരിൽ നിന്ന് ഒരമലും അല്ലാഹു സ്വീകരിക്കൂല. വലാ ഹജ്ജൻ, ഹജ്ജ് സ്വീകരിക്കൂല. വലാ സൗമൻ, ഒരു നോമ്പും നിസ്കാരം ഒന്നും സ്വീകരിക്കൂല. എന്തേ കാരണം? അവരുടെ വിശ്വാസത്തിൽ പിഴവ് വന്നുപോയി. ആപേക്ഷികമായി നോക്കുകയാണെങ്കിൽ സുന്നിയായ ഒരാളുടെ താടിയും ബിദ്അത്തുകാരന്റെ ഒരു താടിയും നോക്കിയാൽ താടി വലുത് ബിദ്അത്തുകാരൻ തന്നെ ഉണ്ടാവുക. പക്ഷേ അവന്റെ ആ സുന്നത്തിന് അള്ളാഹു സുന്നത്തിന്റെ കൂലി കൊടുക്കൂല. എന്തുകൊണ്ട്? നബിതങ്ങളെ സാധാരണ മനുഷ്യനായിട്ട് വിശ്വസിച്ച ഒരാൾ നബിതങ്ങൾ താടി വെച്ചതിന് എന്തിനാ മൂപ്പര് താടി വെക്കണം? സാധാ മനുഷ്യന്മാരെന്തെല്ലാം ചെയ്യും? സാധാ മനുഷ്യന്മാരെന്തെല്ലാം ചെയ്യും? അതെന്തിനാ മൂപ്പര് ഫോളോ ചെയ്യേണ്ട ആവശ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100 തെറ്റ് ചെയ്യാറുണ്ട് എന്ന് എഴുതി വെച്ചവരാ വഹാബികൾ, ബിദ്അത്തുകാർ. അപ്പൊ ആ താടി വെച്ചത് തെറ്റാണെങ്കിലോ മൂപ്പര് താടി വെക്കണത്? താടി വെക്കണം. അതാണ് അവരുടെ പ്രശ്നം.